ഡയമെൻഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഡയമെൻഷൻ്റെ ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാം. അതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ an equation if x is equal to a plus b. x is equal to a plus സാധാ ഒരു കോമൺ ഇക്വേഷനാണ്. ഇനി ഈ ഇക്വേഷനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി. എന്താണ് എൻ്റെ മീനിങ്? എക്സിൻ്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം, എയുടെ ഡയമെൻഷനും ബിയുടെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം, ബിയുടെ ഡയമെൻഷനും എക്സിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കണം. ദറ്റ് മീൻസ് ദ ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. Principle of homogeneity states that the dimensions of each term on both sides of the equation must be same. നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, രണ്ട് ന്യൂമറിക്കൽസ്, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ പവറുകൾ എങ്ങനെ ആയിരിക്കണം? സെയിം ആയിരിക്കണം എന്ന് പറയുന്നത് പോലെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും സെയിം ആയിരിക്കണം. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ബി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്തേ. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ബൈ ബി. എന്തിനാ എങ്ങനെ എടുത്തിരിക്കുന്നത്? എ ബൈ ബി ഒരു ടേം ആണ്. അപ്പം എ ബൈ ബിയുടെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആയാൽ മതി. ഫോർ എക്സാമ്പിൾ എടുക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ സി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അപ്ലൈ ചെയ്തേ. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ബൈ സി. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ v is equal to u plus at. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻ ശരിയാണ്. എന്നാലും ഡയമെൻഷൻ അനാലിസിസ് വെച്ച് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എഴുതുക. അത് എഴുതണമെങ്കിൽ ഓരോ ടേം എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് വി? വി ഈസ് ദ ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് യു? ഇനിഷ്യൽ velocity. Initial velocity a, acceleration t, time. ഈ ആപ്ലിക്കേഷൻസ് ചെയ്യണമെങ്കിൽ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിരിക്കണം. അതാണ് ഒരു 10-50 ഡയമെൻഷണൽ അനാലിസിസ് ചെക്ക് ചെയ്യാൻ നിങ്ങളെ തന്നിരുന്നു, അത് പഠിക്കണം. ഇനി ഫൈനൽ വെലോസിറ്റി ആണെങ്കിലും ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിലും വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതിയാൽ മതി. ദെൻ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി? വി. വി ഈസ് ഈക്വൽ ടു എൽ റേസ് ടു 1 ടി റേസ് ടു -1. എം റേസ് ടു 0 എന്ന് എഴുതണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ എൽ റേസ് ടു 1 എന്ന് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ടി റേസ് ടു -1 എന്ന് എഴുതിയാലും മതി. ഓക്കെ. ദെൻ ഡയമെൻഷൻ ഓഫ് യു. യു ഈസ് ഈക്വൽ ടു എൽ റേസ് ടു 1 ടി റേസ് ടു -1. വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ? ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. എൽ റേസ് ടു 1 ടി റേസ് ടു -2. ദെൻ ഡയമെൻഷൻ ഓഫ് ടൈം. ടി ഈസ് ഈക്വൽ ടു ടി റേസ് ടു 1. ഇനി
ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വി സിംഗിൾ ടേമാണ് L1t⁻⁻1, യു സിംഗിൾ ടേമാണ് L⁻⁻1t⁻⁻1, AT ഒരു സിംഗിൾ ടേമാണ് അല്ലേ. അപ്പം ഡയമെൻഷൻ ഓഫ് AT കാണുക. AT ഈസ് ഈക്വൽ ടു ഏത് ഡയമെൻഷൻ എന്താ L⁻⁻1t⁻⁻2 ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ t⁻1 ഈസ് ഈക്വൽ ടു L⁻1t⁻2 പ്ലസ് 1 കൂടെ ആഡ് ചെയ്ത് എന്ത് വരും -1 ഉണ്ടോ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് AT ഈസ് ഈക്വൽ ടു L⁻1t⁻⁻1. അപ്പോൾ 3 ടേമിൻ്റെയും ഡയമെൻഷൻ കിട്ടി. ഇനി 3 ടേമിൻ്റെ ഡയമെൻഷൻ സെയിം ആണോ എന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വിയുടെ ഡയമെൻഷൻ, യുടെ ഡയമെൻഷൻ, ATയുടെ ഡയമെൻഷൻ എന്താണെന്നൊക്കെ മനസ്സിലായേ. 3 ടേമിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഈ ടേം ഇങ്ങനെ എഴുതണം. കാരണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനൊരു ടേം എഴുതിയാൽ 1/2 മാർക്കല്ലേ 1 മാർക്ക് തരും. അതുകൊണ്ട് ഇത് എഴുതാൻ വിട്ടുപോകരുത്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നുള്ള വാക്ക് ഇവിടെ എഴുതി ചേർക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്താ 3ൻ്റെ ഡയമെൻഷൻ സെയിം ആണെന്നല്ലേ. ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് AT. Therefore, this equation is dimensionally correct. ഇങ്ങനെയോ ഇത്രയും എഴുതിയാലാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആകുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ S = ut + ½ AT². എങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യുക? ആദ്യം ഇതിൻ്റെ ടേം എന്താണെന്ന് അറിയണം. S ഡിസ്പ്ലേസ്മെൻറ്റ്, U ഇനീഷ്യൽ വെലോസിറ്റി, T ടൈം, A ആക്സിലറേഷൻ, ഇതൊക്കെ നമുക്കറിയാം. ഇനി ഓരോ ടേമായിട്ട് എഴുതിക്കേ. ഡയമെൻഷൻ ഓഫ് S ഈസ് ഈക്വൽ ടു L⁻1. ഓക്കെ. ദെൻ ഡയമെൻഷൻ ഓഫ് ut ഈസ് ഈക്വൽ ടു L1t⁻⁻1 ഇൻറ്റു t⁻1. പറഞ്ഞേ t⁻⁻1 ഇൻറ്റു t⁻1. അപ്പം t⁻⁻1 പ്ലസ് 1, -1 പ്ലസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, ദറ്റ് ഈസ് L⁻1. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതൊക്കെ m⁻0 t⁻0 ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ UTയുടെ ഡയമെൻഷൻ L⁻1 ആണ്. അടുത്തത് പിന്നെ ഒരു ടേം ഉള്ളത് ½ AT² ആണ്. ഹാഫ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആ വാല്യൂ എന്ത് ചെയ്യുക. ഇപ്പോൾ ഹാഫ്, അതുപോലെ 4π ഇങ്ങനെയുള്ള വാല്യൂസ് ഇല്ലേ. അതുപോലെ എക്സ്പൊണൻഷ്യൽ, ലോഗ്, ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. ബാക്കിയുള്ള ടേമാരാണ് AT². നോക്കിക്കേ, AT². എങ്ങനെ ചെയ്യാം? എയുടെ ഡയമെൻഷൻ L⁻1 t⁻⁻2 ഇൻറ്റു t⁻1 ഹോൾ സ്ക്വയർ ആണുള്ളത് അല്ലേ. A⁻m all⁻n, A⁻m ഇൻറ്റു n പറഞ്ഞേ ഇസ് ഈക്വൽ ടു L⁻1 t⁻2 ഇൻറ്റു t⁻2. -2 പ്ലസ് 2 ആഡ് ചെയ്യുമ്പോൾ 0 ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് L⁻1. മനസ്സിലായോ? ഇതൊക്കെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്ന് ഏറ്റവും ആദ്യത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ തുടങ്ങാൻ. ഇപ്പോൾ ഓരോ ടേം നോക്കുക. എസിൻ്റെ ഡയമെൻഷൻ L⁻1, UTയുടെ ഡയമെൻഷൻ L⁻1, AT² ഡയമെൻഷൻ ഓൾസോ L⁻1. നമുക്ക് എന്ത് മനസ്സിലാക്കാം? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എഴുതേണ്ടത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയമെൻഷൻ ഓഫ് S ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് UT ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് AT². Therefore, this equation is dimensionally correct. Third question, check the correctness of the equation kinetic energy is equal to ½ mv². ഇതൊക്കെ നമുക്കറിയാം ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇവിടെ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എനർജിയുടെ ഡയമെൻഷൻ തന്നെയാണ് m⁻1 L⁻2 t⁻2. ഇനി അടുത്ത ആളാരാണ്? ഹാഫിൻ്റെ ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷൻ ഇല്ലാത്ത നമ്മൾ 1 എന്നാണ് എഴുതുക. അത് എഴുതേണ്ട കാര്യമില്ല. അടുത്ത മാസിൻ്റെ ഡയമെൻഷൻ m⁻1.
വെലോസിറ്റി എൽ റേസ് ടു 1 ടി റേസ് ടു -1. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആ ഒറ്റ ടേമേ ഉള്ളൂ, അതുകൊണ്ട് ആ ടേമിൻ്റെ ഒന്നിച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഏതാണ്? m1 L2 ടി റേസ് ടു -2. ഇവിടെ നോക്കാം, ഡയമെൻഷൻ ഓഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എമ്മിൻ്റെ ഡയമെൻഷൻ m റേസ് ടു 1, വിയുടെ ഡയമെൻഷൻ എൽ റേസ് ടു 1 ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ. ഇത് കൊടുക്കാൻ മറക്കരുത്, ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ കൊടുത്തോളുക കേട്ടോ. ഇസ് ഈക്വൽ ടു m റേസ് ടു 1 a റേസ് ടു m ഓൾ റേസ് ടു n 2 ഇൻറ്റു 1 l റേസ് ടു 2 -1 ഇൻറ്റു 2 l റേസ് ടു -2. ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? m1 L2 ടി റേസ് ടു -2. നമുക്ക് എന്തെഴുതാം? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി, ഡയമെൻഷൻ ഓഫ് കെ ഇ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എം വി സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ താഴെ വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതാം, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. എന്ന് പറഞ്ഞാൽ എന്താ? ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്. ആ ഒറ്റ ടേമേ ഉള്ളൂ, ഇങ്ങനെ എഴുതാം. ദെർഫോർ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇനി ഇപ്പം നമ്മളിപ്പം ശരിയായിട്ടുള്ളൊരു ഇക്വേഷൻ മാത്രമാണ് ചെക്ക് ചെയ്തത്. ഇനി റോങ് ആയിട്ടുള്ള, നമുക്ക് തന്നെ അറിയാം റോങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ തേർഡ് ഇക്വേഷൻ ഏതായിരുന്നു? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ. നമുക്കത് 2st എന്ന് കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കാം. ടേംസൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. ഡയറക്റ്റ് കൊടുക്കുക, ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ. ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്ത് നിങ്ങൾ ഫെമിലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ എൽ റേസ് ടു 1 ടി റേസ് ടു -1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ റേസ് ടു 2 ടി റേസ് ടു -2. ഓക്കെ, ദെൻ യു സ്ക്വയർ അഗെയിൻ എൽ റേസ് ടു 2 ടി റേസ് ടു -2. ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ഏതാണ്? എസ് ഇൻറ്റു ടി. എസ് ആരാണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. ടി ആരാണ്? ടൈം. ഇസ് ഈക്വൽ ടു എൽ റേസ് ടു 1 ടി റേസ് ടു 1. ഓക്കെ, ഈ ടേമിൻ്റെ ഡയമെൻഷൻ L2 ടി റേസ് ടു -2, ഈ ടേമിൻ്റെ ഡയമെൻഷൻ L2 ടി റേസ് ടു -2, ഈ ടേമിൻ്റെ ഡയറക്ഷൻ L1 ടി റേസ് ടു -1. നിങ്ങളെങ്ങനെ എഴുതും? ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് യു സ്ക്വയർ നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എസ് ടി. അല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. Therefore, this equation is dimensionally wrong or incorrect. അങ്ങനെ തന്നെ കംപ്ലീറ്റ് ലാസ്റ്റത്തെ സെൻറ്റൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഈ ഫസ്റ്റ് ആപ്ലിക്കേഷന് ഉപയോഗിച്ച് വേറെയും ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിലൊന്നാമത്തെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ഇത് നമ്മളോട് പറയുകയാണ് വേർ എക്സ് ഈസ് ലെങ്ത് ആൻഡ് ടി ഈസ് ടൈം ആൻഡ് എ ബി സി ആർ കോൺസ്റ്റൻസ്. എയും ബിയും സിയും കോൺസ്റ്റൻറ്റുകളാണ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷനുള്ള കോൺസ്റ്റൻറ്റ്. നമ്മൾ 2 പോലെ അല്ലെങ്കിൽ 4π പോലെയുള്ള കോൺസ്റ്റൻ്റ് അല്ല. ഡയമെൻഷൻ ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഡയമെൻഷനുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലത്തെ കോൺസ്റ്റൻറ്റുകളാണ് എയും ബിയും സിയും എങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റിയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സ് ഈസ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എക്സ്? ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ റേസ് ടു 1. ഓക്കെ, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ മസ്റ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന എല്ലാം ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ ആയിരിക്കണ്ടേ? ആയിരിക്കണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഓൾറെഡി എക്സ് എൽ റേസ് ടു 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും സെയിം ആണെന്ന് നമുക്കറിയാം.
അങ്ങനെയാണ് എയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? യെസ്, ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എഗെയിൻ എൽ റൈസ് ടു 1 ആയിരിക്കും. ഇനി അടുത്ത ടേം നോക്കുക. ഡയമെൻഷൻ ഓഫ് എക്സും ഡയമെൻഷൻ ഓഫ് ബി ടിയും സെയിം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡയമെൻഷൻ അറിയാം, ടിയുടെ ഡയമെൻഷൻ അറിയാം, ബിയുടെ ഡയമെൻഷൻ അറിഞ്ഞുകൂടാ. എങ്ങനെ കണ്ടുപിടിക്കാം? എൽ റൈസ് ടു 1 ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ടി റൈസ് ടു 1 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ ഡയമെൻഷൻ കാണാം. എങ്ങനെയായിരിക്കണം? ബീനെ ഇവിടെ നിർത്തുക, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു, ബീനെ ഇവിടെ നിർത്തി, എൽ റൈസ് ടു 1 ഇവിടെയുണ്ട്, ബി ഇൻറ്റു ടി റൈസ് ടു -1 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ, അപ്പം എൽ റൈസ് ടു 1 ഡിവൈഡ് ബൈ ടി റൈസ് ടു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ റൈസ് ടു 1 ടി റൈസ് ടു 1 മുകളിൽ പോകുമ്പോൾ -1. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ബി. ഓക്കെ, അടുത്തത് സിയുടെ ഡയമെൻഷൻ കാണാൻ എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയറും ഡയമെൻഷൻ ഓഫ് എക്സും ഈക്വൽ ആണ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം എന്താണ്? എൽ റൈസ് ടു 1 ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയറിൻ്റെത് ടി റൈസ് ടു 2. ഇങ്ങനെ എഴുതിയാൽ പോരെ? ക്ലിയർ ആയല്ലോ? ആദ്യത്തെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ റൈസ് ടു 1 ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ടി സ്ക്വയർ. ഇതിനകത്ത് എന്ത് കാണണം? സിയുടെ ഡയമെൻഷൻ കാണണം. കണ്ടേ? സീനെ അവിടെ നിർത്തി ടി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു എൽ റൈസ് ടു 1 ഡിവൈഡ് ബൈ ടി റൈസ് ടു 2. മുകളിൽ വരുമ്പോൾ എന്ത് വരും? എൽ റൈസ് ടു 1 ഇൻറ്റു ടി റൈസ് ടു -2. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡയമെൻഷൻ ഏതാണ്? സിയുടെ ഡയമെൻഷൻ എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു ഇവിടെ എന്തുണ്ട്? ടി സ്ക്വയർ ഉണ്ട്. ഈ ഡയമെൻഷൻ എന്തിന് ഈക്വൽ ആയിരിക്കണം? ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ഓഫ് സെക്സിന് ഈക്വൽ ആയിരിക്കണം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ കൂടെ നമ്മുടെ പ്രോബ്ലം ചെയ്ത് തീർന്നു കേട്ടോ. നോക്കിക്കേ, എൽ റൈസ് ടു 1 ടി റൈസ് ടു -2 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ടി റൈസ് ടു 0 കിട്ടും. ദാറ്റ് മീൻസ് എൽ റൈസ് ടു 1. അപ്പോൾ ലെഫ്റ്റും ഈക്വൽ അല്ലേ? എൽ റൈസ് ടു 1 അല്ലേ? കറക്റ്റാണ്. ഇനി ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതാതെ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ ലോജിക്കിൽ കണ്ടുപിടിക്കുകയാണ്. ഇവിടെ എൽ റൈസ് ടു 1 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? എൽ റൈസ് ടു 1 ആയിരിക്കണം. ഇവിടെ എന്ത് കിട്ടണം? എൽ റൈസ് ടു 1 കിട്ടണം. ഇവിടെ ഓൾറെഡി ഇപ്പം എന്തുണ്ട്? ഒരു ടി റൈസ് ടു 1 ഉണ്ട്. നമുക്ക് എന്ത് കിട്ടണം? എൽ റൈസ് ടു 1 കിട്ടണം അല്ലേ? അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് വരണം? ഇവിടെ ഒരു ടി റൈസ് ടു -1 വന്നാൽ നമുക്ക് എൽ റൈസ് ടു 1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എൽ റൈസ് ടു 1 ടി റൈസ് ടു -1 ആണ് ഇവിടെ വരേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ആണെന്ന് വിചാരിക്കുക. ഇഫ് എക്സ് ഈസ് ലെങ്ത് ആൻഡ് ടി ഈസ് ടൈമിൻ്റെ സ്ഥാനത്ത് ഇഫ് എക്സ് ഈസ് ഇൻ മീറ്റർ ആൻഡ് ടി ഈസ് ഇൻ സെക്കൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എ ബി ആൻഡ് സി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഡയമെൻഷൻ കണ്ടതിന് ശേഷം എയുടെ ഡയമെൻഷൻ എന്താ കിട്ടിയേ? എൽ റൈസ് ടു 1. എൽ ഏത് യൂണിറ്റിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സിനെയാണ്. എക്സ് ഏത് യൂണിറ്റിലാണ്? മീറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ബിയുടെ യൂണിറ്റോ? മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. എം റൈസ് ടു 1 എന്ന് എഴുതേണ്ട കാര്യമില്ല, അത് എം തന്നെയാണ്. അപ്പം മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, യൂണിറ്റ് ഓഫ് വെലോസിറ്റി അല്ലേ? അടുത്തത് സി ഈസ് ഈക്വൽ ടു L1 ടി റൈസ് ടു -2. പറഞ്ഞേ, മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 എന്ന് പറയുന്ന അർത്ഥം എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷൻ അനാലിസിസിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ റെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. അതിന് പക്ഷേ അതിൻ്റേതായ പരിമിതികളുണ്ട്, പല ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ലാസ്റ്റ് പറയാം. ഏതിൻ്റെയെങ്കിലും ഇപ്പം സെൻറ്റിമീറ്റർ ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ച് ഡെറൈവ് ചെയ്യാം. അതുപോലെ ഒരു സിമ്പിൾ പെല്ലത്തിന് ടൈം പീരീഡിനുള്ള ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് സൗണ്ടിനുള്ള ഇക്വേഷൻ, ഇങ്ങനെ പല ഇക്വേഷൻസും ഡയമെൻഷൻ അനാലിസിസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു
ഇക്വേഷൻ നമുക്കിപ്പോൾ ഡിറൈവ് ചെയ്യാം. അത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലമാണ്. ഇപ്പോഴേ സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നമുക്കറിയാമോ? ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലം. ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് അറ്റത്തൊരു ചെറിയൊരു ബോബ്. ഈ ബോബിൻ്റെ മാസ് എം. ഈ ബോബിൻ്റെ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ്. അതിനാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം എൽ എന്ന് വിളിക്കുക. ഇനി സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആടുന്ന ഊഞ്ഞാലില്ലേ, അതാണെന്ന് വിചാരിക്കുക. നമ്മളിതിനെ വലിച്ചു പിടിക്കുക, അല്ലെങ്കിൽ വാൾ ക്ലോക്കിൻ്റെ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? മാസ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, എക്സ്റ്റേണൽ ഫോഴ്സ് റിമൂവ് ചെയ്യുക, എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും അല്ലേ? ഇപ്പോഴേ ഇവിടെ നിന്ന് ഇതിവിടെ വന്ന് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ തിരിച്ചെത്താൻ എടുക്കുന്ന സമയം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ എൻഡിൽ വന്ന് തിരിച്ച് ഇവിടെ വരാനെടുക്കുന്ന ടൈമിനാണ് നമ്മുടെ ടൈം പീരീഡ് ടി എന്ന് വിളിക്കുക. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഈസ് കോൾഡ് ടൈം പീരീഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വന്ന് തിരിച്ച് ഇവിടെ വരാനെടുക്കുന്ന ടൈം പീരീഡ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്ക് തന്നിട്ടില്ല. മേ ബി എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യായിരിക്കും? നമ്മുടെ ഒരു ഊഹം വെച്ച് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് ഡിപ്പെൻഡ് ചെയ്യാം, ബോബിൻ്റെ മാസ് ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിതിനെ ഇങ്ങനെ വലിച്ചു പിടിക്കില്ലേ? വലിച്ചു പിടിക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ന്യൂ പൊസിഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിളാണെന്ത്? തീറ്റ വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബോബ് എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ബോഡിയിൽ എപ്പോഴും എന്ത് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് എത്ര ഫാക്ടേഴ്സ് വേണമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഏതൊക്കെയാണ്? മാസ് ഓഫ് ദ ബോബ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് സോൾവ്ഡ് പ്രോബ്ലമാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ബി ഡിപ്പെൻസ് ഓൺ, മേ ബി എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല, മേ ബി ഡിപ്പെൻസ് ഓൺ മാസ്, ലെങ്ത് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയും ഡാറ്റാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കണം. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആ സ്റ്റെപ്പുകളെല്ലാം ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയോ, ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ബി ഡിപ്പെൻസ് ഓൺ. ദറ്റ് മീൻസ് നമുക്ക് ഡയറക്റ്റ്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പവർ ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പറയുവാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ ബോബ്, ലെങ്ത് ഓഫ് ദ പെൻഡുലം ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഈ ടൈം പീരീഡിൽ മാസ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് അറിയില്ല, ലെങ്ത് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് അറിയില്ല, ജി അറിയില്ല. അതുകൊണ്ട് ജനറലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാസ് എ ടൈംസ് റിപ്പീറ്റ് ചെയ്യും, ലെങ്ത് ബി ടൈംസ് റിപ്പീറ്റ് ചെയ്യും, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി സി ടൈംസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് എടുക്കുക. ക്ലിയർ ആയോ? ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എയ്ക്കും ബിക്കും സിക്കും വാല്യൂ കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു ടൈം പീരീഡ് സ്മോൾ ടി കൊടുക്കുക കേട്ടോ. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലെയും ഡയമെൻഷൻ എടുക്കുക. ഇതാരാണ്? ടി. ടിയുടെ ഡയമെൻഷൻ പറഞ്ഞ് ഇത് എഴുതുമ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതണം. അതായത് പവർ 0 ആയിട്ടുള്ളതും എഴുതണം. എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈസ് ഈക്വൽ ടു, ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നില്ല, കൊടുത്തെഴുതാം. ഈസ് ഈക്വൽ ടു ഇതാരാണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ ഇല്ല. അടുത്തയാൾ മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എം, അതിൻ്റെ ഡയമെൻഷൻ ഇവിടെ തന്നിരിക്കുന്നത് എ. അടുത്തത് ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ എ, അതിൻ്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നത് ബി. അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിലും നോർമൽ ആക്സിലറേഷൻ ആണെങ്കിലും ഡയമെൻഷൻ രണ്ടും സെയിം ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എഴുതുക. എൽ റൈസ് ടു 1, ടി റൈസ് ടു -2, ഓൾ റൈസ് ടു സി.
സ്റ്റെപ്പ് മനസ്സിലായോ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ബി ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത് ആൻഡ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എത്ര ടൈംസ് ആണെന്ന് അറിഞ്ഞുകൂടാ. എയും ബിയും സിയും കൊടുത്തു. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ. ടൈം പീരീഡ് ടി റൈസ് ടു 1, എം റൈസ് ടു 0, എൽ റൈസ് ടു 0. ഇനി മാസിൻ്റെത് എം റൈസ് ടു എ, ലെങ്ത്തിൻ്റെത് എൽ റൈസ് ടു ബി, ആക്സലേഷൻ്റെത് എൽ റൈസ് ടു 1 ടി റൈസ് ടു -2c. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, എൽ റൈസ് ടു സി, ടി റൈസ് ടു -2c. നിർത്താറായിട്ടില്ല. നമ്മൾ ഇത് സിംപ്ലിഫിക്കേഷൻ നിർത്തേണ്ടത് ഒരു എമ്മും ഒരു എല്ലും ഒരു ടിയും വരുന്നോടും വരെ സിംപ്ലിഫൈ ചെയ്തോളണം. അപ്പോൾ ഇവിടെ എം ഒരെണ്ണേ ഉള്ളൂ, എല്ല് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തേ. ഇപ്പം ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം എന്തെഴുതണം? ബി പ്ലസ് സി ടി റൈസ് ടു -2c. മനസ്സിലായോ? ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈസ് ഈക്വൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി പ്ലസ് സി ആൻഡ് ടി റൈസ് ടു -2c. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? എവിടെ വരെ ചെയ്യണം? ഒരു എമ്മും ഒരു എല്ലും ഒരു ടിയും വരുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അനുസരിച്ച് ഇവിടുത്തെ ഡയമെൻഷനും സെയിം ആയിരിക്കണ്ടേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇക്വേറ്റിംഗ് ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ്. അതായത് മാസിൻ്റെ ഡയമെൻഷൻ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? 0, റൈറ്റ് സൈഡിൽ എത്രയാണ്? എ. അപ്പം എ എന്തിന് ഈക്വലാണ്? 0ക്ക് ഈക്വലാണ്. അടുത്തത് എല്ലിൻ്റെ നോക്കുക. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അടുത്തത് ടിയുടെ നോക്കുക. -2c ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? എമ്മിൻ്റെ ഡയമെൻഷൻ എ ഈസ് ഈക്വൽ ടു 0, എല്ലിൻ്റെ ഡയമെൻഷൻ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, ടിയുടെ ഡയമെൻഷൻ -2c ഈസ് ഈക്വൽ ടു 1. ഇതിലൊന്നും ചെയ്യാനില്ല. എ 0 ആണെന്ന് കിട്ടി. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സി കണ്ടു. ഇതൊക്കെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, അറിഞ്ഞിരിക്കണം. ചെയ്തേ. സി ഈസ് ഈക്വൽ ടു സിയോട് കൂടെ ആരുണ്ട്? -2 ഉണ്ട്. റൈറ്റ് സൈഡിൽ ഓൾറെഡി 1 ഉണ്ട്. -2 അപ്പോഴും പോകുമ്പോൾ -½ എന്ന് വരും. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി, എയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചേ. ബി -1/2 ഈസ് ഈക്വൽ ടു 0. ഇതിനകത്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി -1/2 ഈസ് ഈക്വൽ ടു 0. ദെൻ ബി ഈസ് ഈക്വൽ ടു 0. ഈ -1/2 അവിടെ ചെല്ലുമ്പോൾ പ്ലസ്. അപ്പോൾ 0 + 1/2 ഈസ് ഈക്വൽ ടു 1/2. എന്തൊക്കെ കിട്ടി? എയുടെ വാല്യൂ കിട്ടി, ബിക്ക് വാല്യൂ കിട്ടി, സിക്ക് വാല്യൂ കിട്ടി. ഇങ്ങനെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം റൈസ് ടു എത്രയാണ്? എയുടെ വാല്യൂ 0, എൽ റൈസ് ടു എന്താണ്? ബിയുടെ എൽ റൈസ് ടു ബി ആണ്. ബിയുടെ വാല്യൂ എത്രയാണ്? 1/2. ജി റൈസ് ടു സി, സിയുടെ വാല്യൂ എത്രയാണ്? -1/2. കണ്ടോ? ഇനി ഏറ്റവും ആദ്യം നിങ്ങളെ ഞാൻ തന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ തന്ന കൊടുത്ത് പഠിപ്പിച്ചിരുന്നു √x ഈസ് ഈക്വൽ ടു x റൈസ് ടു 1/2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എൽ റൈസ് ടു 1/2 നമുക്ക് എന്തെഴുതാം? k ഇൻറ്റു ഇപ്പം എം റൈസ് ടു 0 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ദ ബോബ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. അപ്പോൾ ഇനി ഇക്വേഷനകത്ത് എം വേണോ? വേണ്ട. പിന്നെ ആരാ ഉള്ളത്? എൽ റൈസ് ടു 1/2 എന്നിങ്ങനെ എഴുതാം? √L എന്ന് എഴുതാം. അതുപോലെ തന്നെ പഠിപ്പിച്ചിരുന്നു എക്സ് റൈസ് ടു -1/2 എന്തെഴുതാം? 1/√x എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തെഴുതണം? 1/√g എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു k ഇൻറ്റു √L/g. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം t ഈസ് ഈക്വൽ ടു k ഇൻറ്റു √L/g. ഇവിടുത്തെ ഒരു ഡയമെൻഷൻ അനാലിസിസിൻ്റെ ഒരു ഡ്രോബാക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ k ഒരു കോൺസ്റ്റൻ്റ് ആണ്.
പക്ഷേ ഇങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. കെയുടെ വാല്യൂ എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടുപിടിച്ചപ്പോൾ കെയുടെ വാല്യൂ കിട്ടുന്നത് t is equal to 2π√L/g എന്നാണ്. അപ്പോൾ എന്താണ് കെയുടെ വാല്യൂ? 2π. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളോട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ കെയുടെ അവിടെ കെ ഇട്ടാൽ മതി.